യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അപ്പൊ അച്ഛനും ശബരിയുടെ ഭാഗത്താണോ? അവന്റെ ഭാര്യ വീട്ടുകാർ എന്ത് ചെയ്താലും അച്ഛൻ അതിന് സപ്പോർട്ടല്ലേ? ഞാനായിരിക്കും സപ്പോർട്ടിനുമില്ല എതിർക്കാനുമില്ല. അവര് ഭക്ഷണം കൊണ്ടുവരാൻ കുറച്ച് വൈകി, അത് ശരിയാ. അതൊരിക്കലും മനഃപൂർവ്വം ആവത്തില്ലല്ലോ. അച്ഛൻ അങ്ങനെ പറയരുത്. അളിയൻ എത്ര കാര്യമായിട്ട് ചെയ്ത കാര്യമാ. അതൊരിക്കലും അവര് ഭക്ഷണം കൊണ്ടുവന്നതിന് ശേഷമല്ല. എന്നിട്ട് ശബരിയും ദയയും അതിന് വില കൊടുക്കാത്തത് മോശമായി പോയെന്ന് തന്നെ എന്റെ അഭിപ്രായം. അതെ, എനിക്കും അത് തന്നെ തോന്നുന്നേ. അതിന് ധനം ചെയ്തത് നല്ല കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അത് ശരിയാ. പക്ഷേ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാത്തത് ശരിയല്ല. എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച? എന്താ ശബരി, ഇന്നെന്താ ഹോസ്പിറ്റലുണ്ടായേ? ഓ, ഇവര് പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലാം പറഞ്ഞു കാണുമല്ലോ അച്ഛാ. കേട്ടോ അച്ഛാ, അവൻ പറഞ്ഞത് കേട്ടോ? ഞങ്ങള് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞെന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ ഇവന് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? നീ ഒന്നും മിണ്ടാതിരിക്കും വാസന്തി. വെറുതെ ചെറിയൊരു പ്രശ്നം വലുതാക്കല്ലേ. അപ്പൊ ഞങ്ങള് പറയുന്നതാണോ പ്രശ്നം? ഇവനെയും ദയയും ഞാൻ എന്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ടാ കാണുന്നത്. അതുകൊണ്ടാ ഇന്ന് എനിക്ക് അപമാനം ഉണ്ടായത്. അല്ലെങ്കിലും ഭാര്യ വീട്ടിൽ പട്ടിയുടെ വിലയെ ഉണ്ടാവുന്ന പറയാറ്. നീ എന്താ ധന ഈ പറയുന്നത്? നിന്നെ ആരാ ധന ഇവിടെ വില കുറച്ച് കണ്ടത്? എന്റെ മക്കളെ പോലല്ലേ നിന്നെയും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാനും കരുതിയത്. ഇങ്ങനെ ഓരോ സന്ദർഭം വരുമ്പോഴല്ലേ യഥാർത്ഥ കാര്യം മനസ്സിലാവുന്നേ. അച്ഛൻ, ഞാൻ ഒരു കാര്യം പറയാം. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരെ വിഷമിപ്പിച്ചോന്നാ നിങ്ങളൊക്കെ പറയുന്നത്? ദയയുടെ ആരോഗ്യത്തെ കരുതിയാ